ബുൾഡോസറുകൾ കയറി ഇറങ്ങി എന്ന് പോയി. അതേടാ അത് പാടില്ല. എന്റെ നാട്ടില് വേടൻ പാടുന്നത് അങ്ങനെ ആട്ടിയിറക്കപ്പെടുന്ന ബുൾഡോസറുകൾ കയറിയിറങ്ങി പോകുമ്പോൾ ഇരകളാക്കപ്പെടുന്ന മനുഷ്യരുടെ ശബ്ദമില്ലാത്ത ശബ്ദമാണ് വേടന്റെ ഓരോ വരികളും. അതുകൊണ്ടാണ് ഇവിടെ എത്തണം എന്നെനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നത്. സുഹൃത്തുക്കളെ, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. വേടന്റെ പ്രോഗ്രാം എവിടെ ഉണ്ടെങ്കിലും അതിനെ ഗംഭീരമായിട്ട് സൂക്ഷിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം വേടന്റെ പ്രോഗ്രാമിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. വേടന്റെ പ്രോഗ്രാമിലേക്ക് വന്ന ഒരു പയ്യൻ മരിച്ചു. റെയിൽവേ സ്റ്റേഷൻ മുറിച്ചു കിടക്കുന്നിടെയാണ് ഇത് മരിച്ചത്. ഞാൻ തുടക്കത്തിൽ പറയാം എങ്ങനെ വേടന്റെ പരിപാടിക്ക് പോകണം. ലൈഫ് റിസ്ക് എടുത്ത് പോവുക എന്ന് പറയുന്ന അബദ്ധത്തിലേക്ക് നിങ്ങൾ എത്താതിരിക്കുക എന്നുള്ളതാണ്. വേടന്റെ പ്രോഗ്രാം കാണാൻ ആഗ്രഹമുള്ള ആളുകൾ ദയവ് ചെയ്ത് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പോകാൻ കഴിയുമെങ്കിൽ പോവുക. നിങ്ങൾക്ക് സംരക്ഷിക്കാൻ കഴിയാത്ത ഒരാളെ പോലും ഒപ്പം കൂട്ടിക്കൊണ്ടു പോകരുത്. ദാറ്റ് മീൻസ് പ്രായമായ ആളുകളെ, ചെറിയ കുട്ടികളെ, കൈക്കുഞ്ഞുങ്ങളെ, ഇനിയിപ്പോൾ അത്ര ആരോഗ്യമില്ലാത്ത സ്ത്രീകളെ ഒന്നും ഈ വേടന്റെ പരിപാടിയിലേക്ക് നിങ്ങൾ കൊണ്ടുപോകരുത്. ആ കൊണ്ടുപോകുന്നത് നിങ്ങൾ മരണം വിളിച്ചു വരുത്തുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപകടം വിളിച്ചു വരുത്താൻ വേണ്ടിയിട്ടാണ്. ഇവിടെ സംഭവിക്കുന്ന ഏറ്റവും ഇൻട്രസ്റ്റിംഗ് സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വേടന്റെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞു. ഞാൻ വിചാരിച്ചത് ഈ ഒരു പ്രോഗ്രാം നടത്തിയതിൻ്റെ ഭാഗമായിട്ട് വേടൻ എന്തിലൊക്കെ കേസ് ഉണ്ടാവുന്നതാണ്. ഒരു കേസുമില്ല. വേടനെതിരെ ഒരു കേസ് എടുക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ്. കാരണം സംഘാടകർക്കെതിരെയും കേസ് എടുക്കുന്നില്ല. സംഘാടകർ വളരെ കൃത്യമായിട്ട് എല്ലാം സംഘടിപ്പിച്ചിട്ടുണ്ട്. അവിടേക്ക് ആ പ്രോഗ്രാം കാണാൻ വന്ന ആളുകളാണ് പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയത്. കേട്ടു. ഒരുപാട് ആൾക്കാർക്ക് പരിക്ക് പറ്റും മക്കളെ. പ്ലീസ് റാ, നമ്മൾ സമാധാനമായിട്ട് പാട്ടൊക്കെ പാടി പോണ്ടേ. പ്ലീസ്, ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയ അമ്മേനെ അവിടെ നിന്ന് മാറ്റി. അമ്മേനെ അവിടെ നിന്ന് മാറ്റ്. അമ്മേനെ സ്ത്രീകളെനെയും അവിടെ നിന്ന് മാറ്റ്. നിക്ക് 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 ബേജാറാവല്ലേ. ആരെ വീണാക്കണേ. അമ്മേനെ അവിടെ നിന്ന് മാറ്റി. അമ്മേനെ അവിടെ നിന്ന് മാറ്റി. അമ്മേനെ പുറത്തേക്ക് വിട്. അമ്മ അമ്മ എൻ്റെ സുഹൃത്തുക്കളെ, പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് വേടെന്ന് പറയുന്ന മനുഷ്യൻ ഇടയിൽ കയറിയിട്ട് തൻ്റെ പരിപാടി കാണാൻ വരുന്ന ആളുകളുടെയൊക്കെ അവസ്ഥകളിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത്. നോക്ക്, അവിടെ വേടൻ കൃത്യമായിട്ട് പറയുന്ന ആ അമ്മയെ അവിടുന്ന് മാറ്റുക. അദ്ദേഹം അമ്മ എന്ന് വിളിക്കണമെങ്കിൽ അത്യാവശ്യം പ്രായമുള്ള സ്ത്രീയാണ് ആ പ്രോഗ്രാമിന് വന്നിരിക്കുന്നത്. ഇങ്ങനെ പ്രായമുള്ള സ്ത്രീകളാണ് അവിടെ പ്രോഗ്രാം കേൾക്കാൻ വന്നിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊന്നും ഈ വേടനെ കാണുക, വെറുതെ കുറേ തുള്ളുക എന്ന് പറയുന്ന സംഗതിക്ക് വേണ്ടി മാത്രം വരുന്ന ഈ ആരാധക വൃന്ദങ്ങൾ പരിഗണിക്കില്ല. അവരപ്പുറത്ത് ഒരു വയ്യാത്ത ആളുണ്ടെന്നോ ഒരു പ്രായമായ സ്ത്രീ ഉണ്ടെന്നൊന്നും പരിഗണിക്കാതെ ഒരുപക്ഷെ അവർക്കൊക്കെ അപകടം ഉണ്ടാക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങളൊക്കെ കടന്നു പോകുമെന്നുള്ളതാണ്. അതാ പറഞ്ഞത്, നിങ്ങൾ ദയവ് ചെയ്ത് പ്രോഗ്രാമുകൾക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ആരോഗ്യമുണ്ടെങ്കിൽ മാത്രം വേടൻ്റെ പരിപാടിക്ക് വരിക, അല്ലെങ്കിൽ നിങ്ങൾ വരരുതെന്നേ. അമ്മേനെ അവിടെ നിന്ന് മാറ്റി. അമ്മ എന്തിനാ തിക്കും തിരക്കിന്റെ ഇടയില് വന്നിക്കണേ. കാരണം ഇതിൻ്റെ ഇടയ്ക്കെല്ലാം വളരെ കൃത്യമായിട്ട് എന്തുകൊണ്ട് എന്ന രീതിയിലൊക്കെ ആളുകളൊക്കെ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വേടൻ ഉറക്കെ അലറി വിളിക്കുന്നുണ്ട്. ഏറ്റവും വേദനാജനകമായ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ കുട്ടികളൊക്കെ ആയിട്ടാണ് ആളുകൾ വരുന്നത്. അതായത് ലെവലേശം ഒരു ധാരണ, ബോധം, ഒരല്പെങ്കിലും തലച്ചോറെങ്കിലും ഉണ്ടെങ്കിലും ഈ കുട്ടികളെയും പ്രായമായ സ്ത്രീകളും വെച്ചിട്ട് വേടൻ്റെ പരിപാടിക്ക് വരില്ല. വേടൻ്റെ പ്രോഗ്രാം എവിടെയൊക്കെ നടത്തുന്നുണ്ടോ അവിടെയൊക്കെയുള്ള ചരിത്രം എന്ന് പറയുന്നത് അതിഭീകരമായ തിരക്കാണ്. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടും എന്നിട്ടും ഇങ്ങനെ പ്രോഗ്രാമിന് അന്തമില്ലാതെ വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല. ഭാഗമായാണ് വേടന്റെ പരിപാടി
ഇവിടെ നടന്നത് രാത്രി 8 മണിയോട് കൂടിയായിരുന്നു പരിപാടി നിശ്ചയിച്ചത്. ആളുകളുടെ എണ്ണം അധികമായിരുന്നു. സംഘാടകർ കണക്ക് കൂട്ടിയതിനപ്പുറത്തേക്ക് ആളുകൾ ഒഴുകിയെത്തി. ഇതോടുകൂടി തിക്കും തിരക്കും അനുഭവപ്പെടുകയായിരുന്നു. ബേക്കൽ ഫെസ്റ്റിൽ അറബിക്കടലിനോട് ചേർന്നുള്ള പ്രദേശത്തായിരുന്നു, റെഡ്മൂൺ ബീച്ചിനോട് ചേർന്നുള്ള പ്രദേശത്തായിരുന്നു ഈ ഫെസ്റ്റ്, ഈ ഒരു വേടന്റെ പരിപാടി സംഘടിപ്പിച്ചത്. അവിടേക്ക് ആളുകൾ ഒഴുകിയെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആളുകളെ നിയന്ത്രിക്കാൻ കഴിയാതെ വന്നു. അത് മാത്രമല്ല, ആ തിരക്കിനിടയിൽപ്പെട്ട കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പരിക്കേറ്റു എന്നുള്ളതാണ്. പരിപാടിക്കെത്തിയ സ്ത്രീകളും കുട്ടികൾക്കുമാണ് കൂടുതൽ പരിക്കേറ്റിരിക്കുന്നത്. 10-ലധികം ആളുകളെ ഇപ്പോൾ നിലവിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഒരു പാട്ടുകാരന്റെ പ്രോഗ്രാം വന്നതിന്റെ ഭാഗമായിട്ട് മാത്രം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കപ്പെടുക എന്നൊക്കെ പറയുന്നത് അതിഭീകരമായ കാര്യമാണ്. ഒരുവൻ മരിക്കുകയും ചെയ്തു. റാപ്പർ വേടന്റെ സംഗീത പരിപാടിക്കിടെ തിക്കിലും തിരക്കിലും പെട്ട അപകടം. ബേക്കൽ ബീച്ച് ഫെസ്റ്റിവലിനിടെയാണ് അപകടം ഉണ്ടായത്. കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അതിനിടെ പരിപാടിക്ക് സമീപം റെയിൽവേ പാളം മറികടക്കുന്നതിനിടെ ട്രെയിൻ തട്ടി യുവാവ് മരിച്ചു. അരുൺ പൂപ്പറമ്പ് നൽകും വിശദാംശങ്ങൾ. ഇത് ഒരു പക്ഷേ ഒരു തരം വളരെ റോങ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ് ഇവർ കൊടുക്കുന്നതൊക്കെ പറയേണ്ടി വരും. കാരണം വേടന്റെ പരിപാടിക്ക് വന്നിട്ട് ഒരാൾ മരിച്ചു എന്ന് പറയാണ്. വേടന്റെ പരിപാടിക്ക് വരുന്ന സമയത്ത് റെയിൽവേ പാളം മുറിച്ചു കിടക്കുമ്പോൾ അവൻ്റെ മാത്രം അശ്രദ്ധ കൊണ്ടാണ് അങ്ങനത്തെ ഒരു മരണം സംഭവിച്ചത്. അപ്പോൾ അതുപോലും ഇവൻ്റെ നെഞ്ചത്തേക്ക് ഇടുക എന്ന രീതിയിലാണ് കാര്യങ്ങളൊക്കെ അവസാനം മുന്നോട്ട് കൊണ്ടുപോയത് എന്നതാണ്. എന്തൊക്കെയായാലും സംഗതികൾ അവിടെ വെച്ച് അവസാനിക്കുന്നില്ല. ഇനിയും വേടൻ്റെ പ്രോഗ്രാമുകൾ നമ്മുടെ കേരളത്തിൽ പല സ്ഥലത്തും ഉണ്ടാകും. അത്തരം പ്രോഗ്രാം പോകുമ്പോൾ എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, നിങ്ങളുടെ ജീവൻ നിങ്ങൾ കൈവശം വയ്ക്കുക. വേടൻ അത്യാവശ്യം നല്ല പണം വാങ്ങിച്ചിട്ടാണ്, എനിക്ക് അറിയുന്നത് ഒരു 10-25 ലക്ഷത്തിനുള്ളിൽ ഇവൻ വാങ്ങിക്കുന്നുണ്ട്. അത് വാങ്ങിച്ചിട്ടാണ് ഈ പ്രോഗ്രാം നടത്തുന്നത്. ഇത് കഴിഞ്ഞാൽ എന്തൊക്കെ തന്നെയായാലും നിങ്ങളുടെ വീട്ടിലേക്ക് ആ പൈസ അവൻ എന്തായാലും കൊണ്ടുവന്ന് തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവന് തന്നെ ഒന്ന് നിലയിൽ പോകാനുള്ള ശ്രമങ്ങൾ അവൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ജീവൻ സൂക്ഷിക്കുക. പാട്ട് നമുക്ക് ഓൺലൈനിൽ കേൾക്കാം. ബൈ.